നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളും ചർച്ചകളുമൊക്കെ തകൃതിയായി നടക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് ആര് വീഴും ആര് വാഴും എന്നതാണ്. അവസരം മുതലാക്കി വീഴ്ചകളും പോരായ്മകളും മറച്ചുവെച്ച് ഓരോ മുന്നണികളും കളം നിറയും. അപ്പോഴും BJPയുടെ വമ്പൻ തിരിച്ചുവരവിനെ പേടിയോടെയാണ് മറ്റു മുന്നണികൾ നോക്കിക്കാണുന്നത്. മാർച്ച് ആദ്യ വാരത്തോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇത്തവണ കേരളത്തിൽ BJP വമ്പൻ തിരിച്ചുവരവ് നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്നാണ് സൂചന. കോൺഗ്രസിന്റെ മസ്തകത്തടിക്കാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പത്മജ എന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് തൃശൂരിൽ മത്സരിക്കാൻ പത്മജയോട് BJP ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ പാർട്ടിയിൽ നിന്നും അങ്ങനെയൊരു നിർദ്ദേശം വന്നിട്ടില്ലെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് പത്മജയുടെ പക്ഷം. നേരത്തെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ പത്മജയെ മത്സരിപ്പിക്കുമെന്നും സൂചന ലഭിച്ചിരുന്നു. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി K മുരളീധരനും രംഗത്തെത്തുമെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് മത്സരിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ശോഭയ്ക്ക് 20,000 ഉറച്ച വോട്ടുകൾ മണ്ഡലത്തിലുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ BJP ആദ്യമായി രണ്ടാമതെത്തിയത് ശോഭ മത്സരിച്ച ശേഷമാണ്. കായംകുളത്തും ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണനയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തു വന്നിരുന്നു. 30 സീറ്റിലാണ് നിലവിൽ സാധ്യതാ പട്ടിക കണക്കാക്കിയിരിക്കുന്നത്. നേമത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനുമാണ് സാധ്യത. മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ, പാലക്കാട് കായംകുളം സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും കൃഷ്ണകുമാറും, മലമ്പുഴയിൽ C കൃഷ്ണകുമാറും മത്സര രംഗത്തുണ്ടാകും. പാലയിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട BJP നേമം മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രചരണത്തിന് തുടക്കമിട്ടത്. ചുവരിൽ സ്വയം എഴുതിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. നമുക്കും വേണം വികസിത നിയമം എന്നാണ് ചുവരിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയിട്ടില്ല. നേമത്തിന്റെ മാറ്റത്തിന്റെ തുടക്കം ഇതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. നേമത്ത് മത്സരിക്കാനാണ് ആഗ്രഹമെന്നും പാർട്ടി ദേശീയ ഘടകം അത് തീരുമാനിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. തനിക്ക് നേമത്ത് മത്സരിക്കാൻ അനുവാദം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും. നേമത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി കൂടിയായ MLA തികഞ്ഞ പരാജയമാണ്. മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന് ഉറപ്പായതോടെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഒരു VIP പോരാട്ടത്തിനാണ്. BJPക്ക് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നു നൽകിയ നേമം തിരിച്ചുപിടിക്കുക എന്നത് BJPയുടെ അഭിമാന പ്രശ്നമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനോട് പരാജയപ്പെട്ടുവെങ്കിലും നേമം നിയമസഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഈ വോട്ട് വിഹിതം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനാകുമെന്നതാണ് BJPയുടെ വലിയ പ്രതീക്ഷ. വികസന നായകൻ എന്ന പ്രതിച്ഛായയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അനുകൂല ഘടകം. മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയവും വികസന രാഷ്ട്രീയം എന്ന മുദ്രാവാക്യവും നഗര കേന്ദ്രീകൃതമായ നേമം മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പാർട്ടിയുടെ അമരക്കാരൻ തന്നെ നേരിട്ട് മത്സരരംഗത്തിറങ്ങുന്നത് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കും. താഴെത്തട്ടിലുള്ള പാർട്ടി സംവിധാനങ്ങളെ സജീവമാക്കാൻ ഇത് സഹായിക്കും. നേമം മണ്ഡലത്തിലെ സംഘടനാ കരുത്തും BJPക്ക് സഹായകമാണ്. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് നേമം. നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ എണ്ണവും പാർട്ടി വോട്ടുകളും രാജീവ് ചന്ദ്രശേഖറിന് ഉറച്ച അടിത്തറ നൽകുന്നു. LDFന്റെ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം മറികടന്നു വേണം BJPക്ക് നേമത്ത് നിന്ന് ജയിച്ചു വരാൻ. നിലവിൽ MLAയും മന്ത്രിയുമായ V ശിവൻകുട്ടിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം ചെറുതല്ല. BJPക്ക് ലഭിച്ച അക്കൗണ്ട് പൂട്ടിച്ചു എന്നത് ഇടതു മുന്നണി വലിയ രാഷ്ട്രീയ വിജയമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്നാൽ BJPയെ മറികടന്ന് നേമത്ത് വെന്നിക്കൊടി പാറിക്കാനുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ K മുരളീധരനെ ഇറക്കിയതുപോലെ UDF ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ വോട്ടുകൾ വിഭജിക്കപ്പെടുകയും അത് BJPയുടെ വിജയസാധ്യതയെ ബാധിക്കുകയും ചെയ്യാം. വിജയിക്കാൻ സാധ്യതയുള്ളവർ എന്ന നിലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതു മുന്നണിക്ക് അനുകൂലമായി ലഭിച്ചേക്കാം.